അടുത്ത ശ്ലോകത്തിൽ മഹർഷിമാർ തങ്ങൾക്ക് അറിയേണ്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നു. ഭഗവാന്റെ മഹിമകൾ നിറഞ്ഞ ഈ പുരാണം കേൾക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ത്വത്തഃ ശ്രുതം പുരാണം ച സർവം നൈമിഷഗാനനേ അപൂർവം ശ്രോതുമിച്ഛാമോ ബ്രഹ്മവൈവർത്തമുത്തമം. തത്വഃ ശ്രുതം പുരാണം ച, അങ്ങയിൽ നിന്നും ഞങ്ങൾ പുരാണങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞു. സർവം നൈമിഷകാനനേ, നൈമിഷാരണ്യത്തിൽ വെച്ച് എല്ലാ പുരാണങ്ങളും ഞങ്ങൾ കേട്ടു. അപൂർവം ശ്രോതുമിച്ഛാമോ, എങ്കിലും മുമ്പ് കേട്ടിട്ടില്ലാത്തതും അപൂർവവുമായ ഒന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബ്രഹ്മവൈവർത്തം ഉത്തമം, അതാണ് ഉത്തമമായ ബ്രഹ്മവൈവർത്ത പുരാണം. ശ്ലോകത്തിൻ്റെ സാരം: നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടിയ മഹർഷിമാർ സൂതനോട് പറയുന്നു, ഹേ പുണ്യപുരുഷ, അങ്ങയിൽ നിന്നും ഞങ്ങൾ ഇതിനോടകം പല പുരാണങ്ങളും കേട്ടുകഴിഞ്ഞു. എന്നാൽ ഇനിയും കേട്ടിട്ടില്ലാത്തതും ശ്ലോകത്തിൻ്റെ സാരം: നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടിയ മഹർഷിമാർ സൂതനോട് പറയുന്നു, ഹേ പുണ്യപുരുഷ, അങ്ങയിൽ നിന്നും ഞങ്ങൾ ഇതിനോടകം പല പുരാണങ്ങളും കേട്ടുകഴിഞ്ഞു. എന്നാൽ ഇനിയും കേട്ടിട്ടില്ലാത്തതും അത്യന്തം ശ്രേഷ്ഠവും പുരാണങ്ങളിൽ ഉത്തമവുമായ ബ്രഹ്മവൈവർത്ത പുരാണം കൂടി ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. വിശദീകരണം: ഈ ശ്ലോകം ഈ പുരാണത്തിൻ്റെ അപൂർവതയെ, യുണീക്നെസ്സിനെ എടുത്തു കാണിക്കുന്നു. മറ്റു പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രഹ്മത്തിൻ്റെ വിവർത്തം അഥവാ രൂപാന്തരം അഥവാ പ്രപഞ്ചമായി മാറുന്ന അവസ്ഥ വിവരിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് വന്നത്. അടുത്ത ശ്ലോകത്തിൽ ഈ പുരാണം കേൾക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഫലശ്രുതിയുടെ തുടക്കം മഹർഷിമാർ തന്നെ വിവരിക്കുന്നുണ്ട്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.